ഹായ്, എൻ്റെ പേര് ഫിദ. കോഴിക്കോടാണ് വീട്. കോഴിക്കോട്ടിലൊന്നും അല്ല കേട്ടോ, കറക്റ്റ് സ്ഥലം ഞാനിവിടെ പറയുന്നില്ല. ആരുടെയും ജീവിതത്തിൽ നടക്കാത്ത, അല്ലെങ്കിൽ നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ഞാനിന്നിവിടെ നിങ്ങളോട് പറയുന്നത്. ഭാര്യമാരെല്ലാം അവരുടെ സ്വന്തം തെറ്റ് മനസ്സിലാക്കാതെ അവരുടെ കെട്ടിയന്മാരുടെ തെറ്റിന് പിറകെ ഓടും. എന്നാൽ എനിക്ക് ആ തെറ്റ് മനസ്സിലായത് ആ ദിവസമാണ്. ഒരിക്കലും ഒരു ഭാര്യയും കാണാനും ചെയ്യാനും ആഗ്രഹിക്കാത്ത നിമിഷങ്ങളാണ് അന്നവിടെ അരങ്ങേറിയത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ തടി കൂടുതലാണെന്നും പറഞ്ഞ് എൻ്റെ വീട്ടുകാർ എന്നെ പിടിച്ച് കെട്ടിച്ചു. കുറച്ച് നല്ല കൂട്ടുകാരികളുടെ വലയത്തിലായിരുന്നു എൻ്റെ കോളേജ് ജീവിതം. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റു പല കാര്യങ്ങളെയും കുറിച്ചും ഒരു ചുക്കും അറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു ലൈൻ പോലും എനിക്കില്ലായിരുന്നു. അതിന് മെയിൻ കാരണം എൻ്റെ പേടി തന്നെ. ഒരു ചെക്കൻ്റെ മുഖത്തേക്ക് പോലും ഞാനൊന്ന് നേരാവണ്ണം നോക്കുപോലും ഇല്ല. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ നല്ലവരായ കൂട്ടുകാരികളും അങ്ങനെ തന്നെയാണ്. ഒരു ദിവസം കോളേജ് കഴിഞ്ഞ് വന്നപ്പോൾ ഉമ്മ പറയാ, നിന്നെ കാണാൻ ഒരു ചെക്കൻ വരുന്നുണ്ടെന്ന്. ഞാനത് കേട്ടതും ആകെ പേടിച്ചു. കാരണം ആ സമയം ഞാൻ കല്യാണത്തിനെ പറ്റി ആലോചിച്ചിട്ട് കൂടി ഇല്ലായിരുന്നു. എനിക്കിപ്പോഴേ കല്യാണം വേണ്ടെന്നൊക്കെ ഞാൻ കുറേ പറഞ്ഞു നോക്കി. പക്ഷേ ഉപ്പയും ഉമ്മയും അത് കേട്ടില്ല. അങ്ങനെ അവർ വന്ന് ഇഷ്ടപ്പെട്ട് കല്യാണം ഉറപ്പിച്ചു. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ പേര് നാസർ. നാട്ടിൽ തന്നെ പല ബിസിനസ്സുമായി നടപ്പ്. ഭർത്താവിൻ്റെ വീട്ടിൽ ഇക്കയുടെ ഉപ്പയും ഉമ്മയും പിന്നെ ഇക്കയുടെ മൂത്ത പെങ്ങളും ഇക്കയുടെ അനിയനുമാണുള്ളത്. പെങ്ങൾ 2 കുട്ടികളുമായി ഭർത്താവിൻ്റെ വീട്ടിൽ സുഖമായി ജീവിക്കുന്നു. അനിയൻ ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ കൂടെ വയറിങ് പണിക്ക് പോകുന്നു. എന്നെപ്പോലെ എല്ലാവരും പച്ച പാവങ്ങളാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 5 വർഷമായി. ഇതുവരെ ഞങ്ങൾക്ക് കുട്ടികളൊന്നും ആയില്ല. ചെയ്യാനുള്ളതെല്ലാം ആ മുറയ്ക്ക് ഞങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ആഗ്രഹം നടക്കുന്നുണ്ടായിരുന്നില്ല. അതിനൊരു കാരണം കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടികൾ വേണ്ടെന്നുള്ള ഞങ്ങളുടെ തീരുമാനമായിരുന്നു. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇക്കയുടെ ഉമ്മ എന്നോട് ചോദിച്ചു, എന്താ ഫിദ, ഇങ്ങനെ നടന്നാൽ മതിയോ? നാട്ടുകാരോടൊക്കെ ഞാൻ മറുപടി പറഞ്ഞ് മടുത്തു. നിങ്ങൾക്ക് 2 ആൾക്കും ഒരു പ്രശ്നമില്ല, ഞാനാണ് ഇതിൽ കുടുങ്ങുന്നത്. എന്താ ഉമ്മ, എന്താ ഉമ്മയുടെ പ്രശ്നം? ഞാൻ ഉമ്മയോട് ചോദിച്ചു. ആ കൊടുങ്ങല്ലൂരിൽ ഒരു ഹോസ്പിറ്റലുണ്ട്, നിങ്ങൾ 2 പേരും അവിടെ ഒന്ന് പോയി നോക്ക്. അത് തൃശ്ശൂരല്ലേ? അങ്ങോട്ടൊക്കെ എങ്ങനെ പോകാനാ? ഞങ്ങൾ ഇവിടെ എങ്ങാനും കാണിച്ചോളാം, ഞാൻ ഉമ്മയോട് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായില്ലേ, എന്നിട്ടിപ്പോൾ എന്തുണ്ടായി? ആ ഷെരീഫിൻ്റെ ഭാര്യ പറഞ്ഞതാ അവിടെ പോയാൽ എല്ലാവർക്കും കുട്ടികളുണ്ടാവുമെന്ന്. കുറച്ച് ദൂരം ഉണ്ടെന്നേ ഉള്ളൂ, നിങ്ങൾ 2 പേരും ഒന്ന് പോയിട്ട് വാ. അല്ലുമ്മ, ഇത് ഞാൻ എങ്ങനെ ഇക്കയോട് പറയും? പിന്നെ നീയല്ലാതെ നാട്ടുകാർ പറയണോ നിൻ്റെ കെട്ടിയനോട്? കെട്ടിക്കൊണ്ട് വന്നിട്ട് 5-6 വർഷമായി, എന്നിട്ടും നിൻ്റെ നാണം ഇതുവരെ മാറിയില്ലേ? വെറുതെ അല്ല നിങ്ങൾക്ക് കുട്ടികളുണ്ടാകാത്തത്. ഉമ്മ എൻ്റെ മുഖത്തേക്ക് നോക്കി കടുപ്പിച്ച് പറഞ്ഞു. എൻ്റെ നാണവും ആരോടും കൂടുതൽ സംസാരിക്കാത്ത പ്രകൃതവും ആ വീട്ടിൽ എന്നും ഒരു ചർച്ചയായിരുന്നു. ഇക്ക ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇക്കയോട് പറഞ്ഞു. ഇക്കാക്കാണെങ്കിൽ അത് തീരെ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ആ ദിവസവും കടന്നുപോയി. കുട്ടികളില്ല എന്നുള്ള ചോദ്യം കൂടി വന്നു. ഒരു കല്യാണത്തിന് പോകാനോ ഒരു വിശേഷത്തിന് പോകാനോ പറ്റാതെയായി. എൻ്റെ വീട്ടിൽ പോയാലും ഇത് തന്നെ ചോദ്യം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതും കുറച്ചു. ഒരു ദിവസം ഇക്കയുടെ ബന്ധുവായ ആയിഷിത്ത വീട്ടിലേക്ക് വന്നു. എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ താത്ത എന്നോട് പറഞ്ഞു, ഇവിടെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ നമ്മുടെ മജീദിൻ്റെ മകളാണ് ഡോക്ടർ, നിങ്ങൾ പോയി ഒന്ന് കണ്ടു നോക്കുന്ന്. ഈ മജീദ് എന്ന് പറയുന്നത് ഇക്കയുടെ കുടുംബത്തിലെ ഒരു വലിയ പണക്കാരനാണ്. മൂപ്പരുടെ മകളാണ് ഈ ഡോക്ടർ. പേര് സജന. മുമ്പ് മലപ്പുറത്ത് എവിടെയായിരുന്നു, ഇപ്പോൾ കുറച്ച് കാലമായി ഇങ്ങോട്ട് വന്നിട്ട്. ഞങ്ങൾക്കറിയാമെങ്കിലും ഞാനും ഇക്കയും ഇതുവരെ അങ്ങോട്ട് പോയി നോക്കിയിട്ടില്ല. എന്നോടിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മുന്നിൽ നിന്നും ഫോണെടുത്ത് ആയിഷിത്ത സജനക്ക് വിളിച്ചു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും താത്ത അത് കേട്ടില്ല. ഡോക്ടർ സജന കോളെടുത്തു. ആയിഷിത്ത ഞങ്ങളുടെ കാര്യമെല്ലാം സജനയോട് പറഞ്ഞു. സജന എനിക്ക് ഫോൺ തരാൻ പറഞ്ഞു. താത്ത പെട്ടെന്ന് എൻ്റെ കയ്യിലേക്ക് ഫോൺ നീട്ടി.
പൊതുവെ സംസാരിക്കാൻ മടിയുള്ള ഞാൻ ഫോൺ മേടിക്കാൻ മടിച്ചെങ്കിലും അത് നിരസിക്കാൻ എനിക്ക് പറ്റിയില്ല. കോളെടുത്ത് സജനയോട് സംസാരിക്കാൻ തുടങ്ങിയ ഞാൻ നെട്ടിപ്പോയി. എന്ത് നല്ല സ്ത്രീയാണവർ! എത്ര മാന്യമായാണ് സംസാരിക്കുന്നത്! ഡോക്ടറാണെന്നുള്ള ഒരു ജാടിയോ പൊങ്ങച്ചമോ ആ സംസാരത്തിൽ എനിക്ക് തോന്നിയില്ല. അവരുടെ സംസാരം കേട്ട് എൻ്റെ മനസ്സാകെ തണുത്തു. എന്തോ സന്തോഷം എൻ്റെ ഉള്ളിൽ കയറി. ആ നിമിഷം തന്നെ ഞാൻ മനസ്സിലുറപ്പിച്ചു, എന്തായാലും നാളെ തന്നെ ഇക്കയും കൂട്ടി അവരെ കാണാൻ പോകാമെന്ന്. അങ്ങനെ അന്ന് രാത്രി ജോലി കഴിഞ്ഞു വന്ന ഇക്കയോട് ഞാൻ നടന്നതെല്ലാം പറഞ്ഞു. ആര്? സജനെത്തയോ? ഞാനൊന്നുമില്ല അങ്ങോട്ട്. എന്നെ പണ്ട് കുറേ എടുത്ത് നടന്നതാ. എനിക്ക് മോശമാ, ഞാൻ വരുന്നില്ല, ഇക്ക പറഞ്ഞു. അതിനിപ്പോൾ എന്താ ഇക്ക? നമ്മൾ അറിയാവുന്ന ആളാവുമ്പോൾ നമുക്കെല്ലാം പറയാലോ. ഏയ്, അതൊന്നും ശരിയാവില്ലടി. ഈ കുടുംബക്കാരുമായുള്ള ഒരു പരിപാടിക്കും ഞാനില്ല. നമുക്ക് വല്ല മെഡിക്കൽ കോളേജിലും പോകാം. ഞാനൊന്നുമില്ല മെഡിക്കൽ കോളേജിലേക്ക്. നിങ്ങൾ അങ്ങോട്ട് പോയാൽ മതി. കുടുംബത്തിൽ തന്നെയുള്ള നല്ലൊരു ഡോക്ടറെ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് മോശം. ഇനി ഉമ്മയുടെ ചീത്ത കേൾക്കാൻ എനിക്ക് വയ്യ. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വാ, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും അങ്ങോട്ട്. എടി, നീ ചൂടാവല്ലേ. നമ്മൾ അവിടെ പോയാൽ എനിക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ നമ്മുടെ കുടുംബക്കാർ മൊത്തം അതറിയും. പിന്നെ അതുമാത്രമല്ല, ചെറുപ്പത്തിൽ ഇത്തയുടെ കൂടെ കളിച്ച് നടന്നതാ ഈ സജന ഡോക്ടർ. എന്തുണ്ടെങ്കിലും ഇത്തയെ വിളിച്ച് പറയും. വെറുതെ അത് വേണോടി? അതിനിപ്പോൾ എന്തായിക്ക പ്രശ്നം? നിങ്ങളുടെ പെങ്ങളോടല്ലേ പറയുന്നത്, നാട്ടുകാരോടൊന്നും അല്ലല്ലോ. നിങ്ങൾ ഒരു ഉടായ്പ പറഞ്ഞ് വരാതിരിക്കാൻ നോക്കണ്ട. നാളെ നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ ഉമ്മയോട് പറയും നിങ്ങളാണ് എല്ലാത്തിനും കാരണമെന്ന്. ആ ശരി, ഞാൻ വരാം. എപ്പോഴാണ് പോകേണ്ടത്? വൈകുന്നേരം 3 മണിക്ക് ശേഷമാണ് വരാൻ പറഞ്ഞത്. ആ സമയത്ത് ആരും ഉണ്ടായില്ലെന്ന് പറഞ്ഞു. ആ ശരി, ഞാൻ നാളെ 3 മണിയാകുമ്പോഴേക്കും വരാം. നീ ഒരുങ്ങി നിന്നാൽ മതി. അങ്ങനെ ആ രാത്രിയിലും ചെറിയൊരു പരിപാടിയും ഒപ്പിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി. അങ്ങനെ അടുത്ത ദിവസം 2 മണിക്ക് തന്നെ ഇക്ക വീട്ടിലേക്ക് വന്നു. ഞാനും ഇക്കയും ഇക്കയുടെ ബൈക്കിൽ ഡോക്ടറെ കാണാൻ പുറപ്പെട്ടു. ഞങ്ങൾ ചെന്നപ്പോഴേക്കും എല്ലാ പേഷ്യൻസും പോയിരുന്നു. സജന ഡോക്ടർ ഞങ്ങളെയും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങളെ കണ്ട സന്തോഷത്തിൽ ഡോക്ടർ എൻ്റെ കൈ വന്ന് പിടിച്ചു. ഓഹ്, എന്ത് നല്ല സ്ത്രീയാ! എൻ്റെ മനസ്സ് വീണ്ടും അത് പറഞ്ഞു. ചെറിയ രീതിയിൽ ലിപ്സ്റ്റിക്കെല്ലാം ഇട്ട് നല്ല സുന്ദരിയായി ഒരുങ്ങിയിട്ടായിരുന്നു ഡോക്ടറുടെ നിൽപ്പ്. ഇത്തയുടെ പ്രായമുണ്ടെങ്കിലും കണ്ടാൽ എൻ്റെ അതേ പ്രായമേ ഡോക്ടർക്ക് തോന്നുള്ളൂ. ഡാ, നിനക്കെന്നെ ഓർമ്മയുണ്ടോ? എൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ഡോക്ടർ ഇക്കയോട് ചോദിച്ചു. പിന്നെ ഓർമ്മയില്ലാതെ ഇക്ക മറുപടി പറഞ്ഞു. ഓ, എന്നിട്ടായിരിക്കും ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് വിശേഷങ്ങൾ തിരക്കി പോകുന്നത്, ഇക്കയെ കളിയാക്കി ഡോക്ടർ പറഞ്ഞു. അങ്ങനെ സജന ഡോക്ടർ ഞങ്ങളെ അവിടെ ഇരുത്തി കാര്യങ്ങളെല്ലാം ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞത് കേട്ട് ഡോക്ടർ ചെറിയ രീതിയിൽ ചിരിക്കാൻ തുടങ്ങി. കാര്യം മനസ്സിലാകാതെ ഞാനും ഇക്കയും മുഖത്തോട് മുഖം നോക്കി. അല്ല, ഇങ്ങനെ മരുന്ന് മാത്രം കുടിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ, മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെതായ രീതിയിൽ നടക്കണ്ടേ? ഡോക്ടർ ഞങ്ങളോട് ചോദിച്ചു. അതൊക്കെ നടക്കുന്നുണ്ട്. ഇന്നലെയും കൂടി നടത്തിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഒരു മടിയും കൂടാതെ ഇക്ക ഡോക്ടറോട് പറഞ്ഞത് കേട്ട് ഞാൻ നെട്ടിപ്പോയി. ഇക്കത് പറഞ്ഞതും ഡോക്ടർ ഇക്കയെ നോക്കിയത് ഞാൻ ശ്രദ്ധിച്ചു. ഡോക്ടറുടെ നോട്ടത്തിൽ എന്തൊരു കള്ളലക്ഷണം എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഞാനത് കാര്യമാക്കാൻ നിന്നില്ല. അല്ല, നീ നിൻ്റേത് ടെസ്റ്റ് ചെയ്തോ? ഡോക്ടർ ഇക്കയോട് ചോദിച്ചു. ആ ചോദ്യം കേട്ടതും ഇക്ക തല താഴ്ത്തി മിണ്ടാതെ നിന്നു. എന്താ, ഇവൻ്റേത് ഇതുവരെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലേ? ഡോക്ടറുടെ അടുത്ത ചോദ്യം എന്നോടായി. ഇല്ല ഡോക്ടറെ, ചെയ്തിട്ടില്ല. ഞാൻ എത്ര പറഞ്ഞാലും ഇക്ക കേൾക്കില്ല. ഞാനതൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുക. ഞാൻ പറഞ്ഞു. അതെന്താ നാസറേ, ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാത്തേ? അതറിഞ്ഞാലല്ലേ ആർക്കാണ് പ്രശ്നമെന്ന് പറയാൻ പറ്റൂ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്കൊരു കുഴപ്പമില്ല, ഇക്ക ഡോക്ടറോട് പറഞ്ഞു. കുഴപ്പമില്ലെന്ന് നീയാണോ തീരുമാനിക്കുന്നത്? ചിലപ്പോൾ നിനക്കാണെങ്കിലോ കുഴപ്പം. മര്യാദക്ക് അത് ടെസ്റ്റ് ചെയ്യാൻ നോക്ക്. എന്തിനാ ഇങ്ങനെ നാണിക്കുന്നത്? ഇതൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ലേ, അതുപോലെ അങ്ങ് ചെയ്താൽ പോരെ. പിന്നെ എന്താ പ്രശ്നം? ഡോക്ടർ ഒരു മടിയും കൂടാതെ ഇക്കയോട് പറഞ്ഞു. ഇക്ക അത് കേട്ടതും കേൾക്കാത്ത പോലെ ടേബിളിലും കൈയും കുത്തിയിരുന്നു.
ഇക്കയുടെ ഇരിപ്പ് കണ്ട ഡോക്ടർ എഴുന്നേറ്റ് വന്ന് ഇക്കയുടെ തോളിൽ പിടിച്ച് പറഞ്ഞു, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ, എന്തിനാ ഇത്ര മടി കാണിക്കുന്നത്? ഇന്നും നാളെയും ഇനി പറ്റില്ല. നിങ്ങൾ ഇന്നലെ കൂടിയതല്ലേ, അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ് ആ ലാബിൽ പോയി ഒന്ന് കൊടുത്തിട്ട് വാ. എന്നിട്ട് ആ റിസൾട്ട് വാങ്ങിക്കൊണ്ടുവാ. നിങ്ങൾക്ക് വല്ല കുറവുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ അത് മാറ്റാമല്ലോ, ഡോക്ടർ ഇക്കയോട് പറഞ്ഞു. എൻ്റെ സജനിത്ത, വേറെ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, എന്നാലും എന്നോട് ഈ കാര്യം മാത്രം പറയരുത്. എൻ്റെ തല പോയാലും ഞാനത് ചെയ്യില്ല, ഇക്ക പറഞ്ഞു. ഇവിടെ ലാബില്ല, അല്ലെങ്കിൽ ഇവിടെ വെച്ച് വല്ലതും ചെയ്യായിരുന്നു, എന്നെ നോക്കി ഡോക്ടർ പറഞ്ഞു. ആ അവസ്ഥയിൽ എന്ത് പറയണമെന്നറിയാതെ ഞാനൊന്നും മിണ്ടാതെയിരുന്നു. ഇനി ആരെന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യില്ല. എൻ്റേത് ടെസ്റ്റ് ചെയ്യാതെ കുട്ടി ഉണ്ടായാൽ മതി. എനിക്കെന്നെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിക്കും എന്നെ കിട്ടില്ല, ഇക്ക ഡോക്ടറോട് തറപ്പിച്ചു പറഞ്ഞു. ആ, എന്നാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ചെയ്തു നടന്നോ, അവസാനം മനസ്സിലാകും അന്നൊന്ന് ചെയ്താൽ മതിയായിരുന്നു എന്ന്. ഷോ, എൻ്റെ ഇത്ത, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ആര് പറഞ്ഞു നിനക്ക് കുഴപ്പമില്ലെന്ന്? നീ അങ്ങോട്ട് തീരുമാനിച്ചാൽ മതിയോ? അല്ല, എന്നിട്ട് ഇത്രയും കാലമായിട്ടും ഒരു കുട്ടി പോലും ഇല്ലാനതെന്താ? സജനത്തെ പറഞ്ഞത് കേട്ട് വീണ്ടും ഇക്കയുടെ ഉത്തരം മുട്ടി. ഡി ഫിദെ, നീ ഇങ്ങോട്ട് വന്നേ. എന്നെയും വിളിച്ചുകൊണ്ട് സജനിത്ത അടുത്ത റൂമിലേക്ക് പോയി. ആ റൂമിലെത്തിയ ഡോക്ടർ സജനിത്ത എന്നോട് ചോദിച്ചു, നിങ്ങളിപ്പോൾ കുറേ ഡോക്ടർമാരെ കാണിച്ചില്ലേ, എന്നിട്ടൊന്നും അവർ പറഞ്ഞില്ലേ അവൻ്റെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ? ആ, പിന്നെ കുറേ ഡോക്ടർമാരെ പോയി കണ്ടിട്ടുണ്ട്. ആദ്യം അവർ കുറച്ച് മരുന്ന് തരും, എന്നിട്ടും ഉണ്ടാവുന്നില്ലെന്ന് മനസ്സിലാവുമ്പോൾ ഇക്കയുടെ ടെസ്റ്റ് ചെയ്യാൻ പറയും. അതോടെ ഇക്ക പിന്നെ ആ ഹോസ്പിറ്റലിലേക്ക് വരില്ല. ഇതാണ് അവസ്ഥ. ആഹാ, അത് കൊള്ളാലോ. ഇങ്ങനെ ആയാൽ പിന്നെ ഇപ്പം എന്താ ചെയ്യുക? ആ, എനിക്കറിയാൻ പാടില്ല ഡോക്ടർ. നാട്ടുകാരോടും വീട്ടുകാരോടും ഞാനാണ് മറുപടി പറയേണ്ടത്. എനിക്ക് മടുത്തു. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? അല്ല, നിങ്ങളുടെ പരിപാടിയൊക്കെ എങ്ങനെയാ, കുറേ നേരം ഉണ്ടാകുമോ? സജനിത്ത ചെറിയ നാണത്തോടെ ചോദിച്ചു. ഞാനും ചെറിയൊരു നാണത്തോടെ പറഞ്ഞു, അങ്ങനെ കൂടുതൽ നേരമൊന്നും ഉണ്ടാകില്ല. ഇക്ക വന്ന് അങ്ങോട്ട് കയറും, അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞ് ഒറ്റ പോക്ക്, കൂടിപ്പോയാൽ ഒരു 5 മിനിറ്റ്. 5 മിനിറ്റോ? ആ, ചിലപ്പോൾ അതുപോലും ഉണ്ടാകില്ല. അതെന്താ, അവന് വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. പണ്ടൊക്കെ കുറച്ചുകൂടി ഉഷാറായിരുന്നു, ഇപ്പോൾ പറ്റ മടിയനാ. ഓ, ഇതിപ്പോൾ അങ്ങനെ വിട്ടാൽ ശരിയാകില്ലല്ലോ. അല്ല, ആ സമയത്ത് അത് തളർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ, ആർക്കോ വേണ്ടി ചെയ്യുന്ന പോലെ ഓരോന്ന് ചെയ്തു കൂട്ടും, അങ്ങോട്ട് പോകും. രണ്ടാൾക്കും ഒരു ഉഷാറില്ല. ഞാൻ ഡോക്ടറോട് സങ്കടത്തോടെ പറഞ്ഞു. അല്ല, നിനക്ക് ഇക്കയോട് എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടോ? ഇനി അതുകൊണ്ടാണോ ഇക്ക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്കെന്ത് താല്പര്യക്കുറവ്? എനിക്കൊരു കുഴപ്പമില്ല. അല്ലടി, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നിനക്ക് അതൊക്കെ ചെയ്യുന്നത് ഇഷ്ടമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് നമ്മളൊക്കെ എന്ത് ചെയ്യാനാ? അവരല്ലേ എല്ലാം നോക്കേണ്ടത്. ഇക്ക വിളിക്കുമ്പോഴെല്ലാം ഞാൻ ചെന്ന് കൊടുക്കാറുമുണ്ട്. കൊള്ളാം, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. എന്തായാലും നീ ഇവിടെ ഇരിക്കെ, ഞാനൊന്ന് അവൻ്റെ അടുത്ത് പോയി നോക്കട്ടെ. അതും പറഞ്ഞ് സജനിത്ത ഇക്കയുടെ അടുത്തേക്ക് പോയി. കുറച്ചു നേരം ഇക്കയോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വ്യക്തമായി ഒന്നും കേൾക്കാൻ പറ്റിയില്ല. കുറച്ചു നേരത്തെ സംസാരത്തിന് ശേഷം ഇക്കയും സജനിത്തയും റൂമിലേക്ക് വന്നു. എന്തായാലും നിങ്ങളിങ്ങനെ വിട്ടാൽ പറ്റില്ല. രണ്ടാളും കൊള്ളാം, ഒരു മടിച്ചിയും ഒരു ഭൂലോക മടിയനും. നാളെ നിങ്ങൾ രണ്ടുപേരും എൻ്റെ വീട്ടിലേക്ക് വാ. ഇനിയുള്ള ചികിത്സ ഞാൻ അവിടുന്ന് തരാം. അതെന്തിനാ വീട്ടിലേക്ക് വരുന്നത്? ഇവിടെ നിന്ന് നോക്കിയാൽ പോരെ? ഇക്ക സജനിത്തയോട് ചോദിച്ചു. അത് ശരിയാവില്ല. നിങ്ങൾക്ക് രണ്ടാൾക്കും സ്പെഷ്യൽ ചികിത്സ തന്നെ വേണം. അല്ല, ഞങ്ങളങ്ങോട്ട് വന്നാൽ എല്ലാവരും കാണില്ലേ? അതിനിപ്പോൾ എന്താ, കണ്ടോട്ടെ. അതല്ല ഇത്ത, അവിടെ വീട്ടുകാരെല്ലാവരും ഉണ്ടാകില്ലേ? ഞങ്ങൾ അങ്ങോട്ട് വന്നാൽ അവരോരോന്ന് ചോദിക്കില്ലേ? എനിക്കാണെങ്കിൽ കുട്ടികളായില്ലെന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നല്ല കലിയാ, ഇക്ക സജനത്തയോട് പറഞ്ഞു. അതിനവിടെ ആരും ഇല്ലടാ. എല്ലാവരും വെക്കേഷൻ ആയതുകൊണ്ട് അൻവർക്കയുടെ കൂടെ ദുബായിലേക്ക് പോയി.
ആകെയുള്ളത് ഒരു വേലക്കാരിയാ. അവളിപ്പോൾ നിങ്ങളോടൊന്നും ചോദിക്കാനും പോകുന്നില്ല. അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. സജനിത്ത പറഞ്ഞത് കേട്ട് നാളെ പോകാനുള്ള തീരുമാനമായി. ഞങ്ങളന്ന് വീട്ടിലേക്ക് തിരിച്ചു. എന്തിനാ ഇത്ത നമ്മളോട് നാളെ അവരുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞത്? ഞാൻ ബൈക്കിൻ്റെ പിറകിലിരുന്ന് ഇക്കയോട് ചോദിച്ചു. അതാണ് ഞാനും ആലോചിക്കുന്നത്. വീട്ടിൽ ടെസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ? എനിക്കറിയില്ല. അല്ലേക്ക, എന്താ സജനിത്ത നിങ്ങൾ റൂമിൽ വന്ന് പറഞ്ഞത്? ഞാൻ ഇക്കയോട് ചോദിച്ചു. അത് ആദ്യം വീഡിയോസൊക്കെ കാണാറുണ്ടോ എന്ന് ചോദിച്ചു. വീഡിയോസോ? എന്ത് വീഡിയോസ്? അത് ഈ അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഇല്ലേ, അത്. അയ്യേ, അങ്ങനെയൊക്കെ ചോദിച്ചോ? എന്നിട്ട് ഇക്ക എന്ത് പറഞ്ഞു? ഞാനില്ലെന്ന് പറഞ്ഞു. അല്ല, ഇക്കതൊന്നും കണ്ടിട്ടില്ലേ? ഞാൻ ചോദിച്ചു. ഞാൻ എവിടെ നിന്ന് കാണാനാ? നീ കണ്ടിട്ടുണ്ടോ ഞാൻ കാണുന്നതൊക്കെ? ഏയ് ഇല്ല. എന്നാലും ഞാൻ അറിയാതെ ഒന്നും കാണാറില്ലല്ലോ, സത്യം പറ. ഇല്ലടി, ഞാൻ ഇതുവരെ അങ്ങനെയുള്ളതൊന്നും കണ്ടിട്ടില്ല, സത്യം. ചുമ്മാ തള്ളല്ലേ, ഞാനൊന്നും പറയില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞോ, എനിക്കൊരു കുഴപ്പമില്ല. ഇല്ലടി, സത്യം, എനിക്കിഷ്ടമല്ല അതൊക്കെ കാണുന്നത്. എൻ്റെ കൂട്ടുകാരൊക്കെ കാണാറുണ്ട്. വെറുതെ നുണ പറയണ്ട. അന്നൊരു ദിവസം ഞാൻ കണ്ടില്ലേ ഇക്കയുടെ ഫോണിൽ ഒരു പെണ്ണിൻ്റെ ഫോട്ടോ. അത് പിന്നെ എന്താ? അതൊരു സിനിമ നടിയല്ലേടി, അതിനിപ്പോൾ എന്താ കുഴപ്പം? ഏത്? ഒരു നൂൽത്തരി പോലും ഇല്ലാതെ നിന്ന അവളെയോ? കൊള്ള, ഞാൻ വിശ്വസിച്ചു. ഒന്ന് പോയിക്ക, നുണ പറയാതെ. ഇക്ക പഠിച്ച കള്ളനാണെന്ന് എനിക്കറിയാം. അത് പിന്നെ ആരോ വാട്സപ്പിൽ അടച്ചതാ, ഞാൻ അറിയാതെ ഫോണിൽ സേവാക്കി കിടന്നതാ. നീ ഒന്ന് വിശ്വസിക്കുക. എന്തെങ്കിലും ആകട്ടെ. എന്നിട്ട് ഇത്ത എന്തു പറഞ്ഞു? ഇത്ത പറഞ്ഞു ഇടയ്ക്കൊക്കെ അതൊക്കെ ഒന്ന് കാണാൻ, എന്നാലേ അതിനൊക്കെ ഒരു ഉഷാറുണ്ടാകുമെന്ന്. എന്നിട്ടെന്താ? ഞാനൊന്നും മിണ്ടിയില്ല. അപ്പോൾ ഇത്ത ചോദിച്ചു, നീ സഹകരിക്കാറില്ലേ എന്ന്. ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, സഹകരിക്കാറുണ്ടെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, നാളെ വീട്ടിലേക്ക് വാ, എല്ലാം ഞാൻ ശരിയാക്കി തരാമെന്ന്. എന്ത് ശരിയാക്കി തരാൻ? എനിക്കറിയില്ല, നമുക്ക് ഒന്ന് പോയി നോക്കാം. എന്തായാലും ഡോക്ടറല്ലേ, എന്തെങ്കിലും ഐഡിയ ഉണ്ടാകും, ഇക്ക പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി. രണ്ടാളും ഇങ്ങനെ കറങ്ങി നടന്നോ? ഒരു കുട്ടിയൊന്നും വേണ്ട. അതെങ്ങനെയാ? ഒരു കുട്ടി ഉണ്ടായാൽ ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ. അമ്മായിയമ്മ ഞങ്ങളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ചെറിയ വിഷമത്തോടെ ഞങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് കയറി. അന്ന് രാത്രി തന്നെ ഞങ്ങൾ തീരുമാനിച്ചു, ഇനി എന്തായാലും ഒരു കുഞ്ഞിക്കാൽ കണ്ടേ ഞങ്ങൾ അടങ്ങുമെന്ന്. അങ്ങനെ ആ രാത്രി കടന്നുപോയി. അടുത്ത ദിവസം ഞങ്ങളിത്ത പറഞ്ഞതിനേക്കാളും നേരത്തെ തന്നെ ഡോക്ടറുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഇത്ത എത്തിയിട്ടില്ല. വേലക്കാരെ കണ്ട് സംസാരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് കയറിയിരുന്നു. ചുറ്റിലും മതിൽ കൊണ്ട് മൂടിയ ഒരു വീട്, മുറ്റത്ത് ഒരു കാറും കിടക്കുന്നുണ്ട്. ഇക്ക, നിങ്ങൾ ഈ വീട്ടിൽ മുമ്പ് വന്നിട്ടുണ്ടോ? ഞാൻ ഇക്കയോട് ചോദിച്ചു. ഇല്ല. എന്താടി? ഇക്ക എന്നോട് ചോദിച്ചു. അല്ല, പിന്നെ എങ്ങനെയാ ഇക്കാക്ക് ഈ വീട് മനസ്സിലായത്? അത് എനിക്കറിയായിരുന്നു, അവർ ഈ വീടാണ് വാടകയ്ക്ക് എടുത്തതെന്ന്. അപ്പോൾ ഇത് വാടകയ്ക്കാണോ? സ്വന്തമല്ലേ? സ്വന്തമൊന്നുമല്ല. ഇത്ത ഇങ്ങോട്ട് മാറിയപ്പോൾ വരാനും പോകാനും എളുപ്പം നോക്കി എടുത്തതാ. ഞങ്ങൾ അതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേലക്കാരി താത്ത ഞങ്ങൾക്ക് കുടിക്കാൻ ജ്യൂസുമായി വന്നു. ഞങ്ങൾ അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഡോക്ടർ ഇത്തയുടെ വരവ്. സ്വന്തമായി ഡ്രൈവ് ചെയ്തു വരുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. നിങ്ങൾ നേരത്തെ എത്തിയോ? ഞങ്ങളെ കണ്ട ഇത്ത ചോദിച്ചു. ഞങ്ങൾ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. നിങ്ങൾ വാ, അകത്തേക്കിരിക്കാം. ഞങ്ങളെയും വിളിച്ച് ഇത്ത വീട്ടിലേക്ക് നടന്നു. നിങ്ങളെവിടെ ഇരിക്ക്, ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം. ഇത്ത അതും പറഞ്ഞ് ഇത്തയുടെ റൂമിലേക്ക് പോയി. പെട്ടെന്ന് ഞാൻ ഇക്കയെ നോക്കിയപ്പോൾ ഇത്ത പോകുന്നത് നോക്കിയിരിക്കുന്നു. ആ നോട്ടം ശരിയല്ലെന്ന് മനസ്സിലാക്കി ഞാൻ ഇക്കയുടെ കാലിൽ ഒരു തട്ട് വെച്ച് ചോദിച്ചു, എങ്ങോട്ടാ ഈ നോക്കുന്നത്? ഞാനൊരാൾ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് മറന്നോ? ഇക്ക ഒന്ന് നെട്ടി എൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ കാണുന്നുണ്ട്. എന്താണ് ഒരിളക്കം അവരെ കാണുമ്പോഴൊക്കെ? അതൊന്നുമില്ലടി, ഞാൻ ചുമ്മാ ആ ചുരിദാർ നോക്കിയതാ.
ഉം, മതി ചുരിദാർ നോക്കിയത്. രണ്ടുപേരുടെയും മുഖത്തും എന്തോ കള്ളലക്ഷണമുണ്ട്. ഏ എന്താടി നീ പറയുന്നത്? ഇത്ത കേൾക്കണ്ട. നീ ഇതിനാണോ ഇങ്ങോട്ട് ഒരുങ്ങിക്കെട്ടി വന്നത്? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് നോക്കിയത്? എങ്ങോട്ട് നോക്കിയ കാര്യ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നെ വല്ല മണ്ടിയാക്കാനൊന്നും നോക്കണ്ട. ഇന്നലെ നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് കണ്ടപ്പോഴേ എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു. ഓഫ്, നീ ഒന്നും മിണ്ടാതിരിക്കടി. ഇത്ത ഇപ്പോൾ ഇങ്ങോട്ട് വരും. വല്ലതും കേട്ടാൽ അതാകെ പ്രശ്നമാകും. ഞാൻ മിണ്ടാതെ ഇരുന്നോളാം. പക്ഷേ ഇനി വല്ലതും ഞാൻ കണ്ട എൻ്റെ തനി ഗുണം നിങ്ങൾ കാണും, നോക്കിക്കോ. ഓഫ് ശരിയടി, നീ ഒന്ന് അടങ്ങ്. എന്താണ് രണ്ടുപേരുടെ മുഖത്ത് ഒരു ഗൗരവം? പെട്ടെന്ന് ഡോക്ടർ സജന അതും ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഉള്ളിലെ ദേഷ്യമെല്ലാം അടക്കി വെച്ച് ഞാൻ പറഞ്ഞു, ഏയ് ഒന്നുമില്ല, ഞങ്ങൾ ചുമ്മാ ഒരു സംസാരിക്കായിരുന്നു. രണ്ടാളും ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ മതിയോ? മൂന്നാമതൊരാൾ വേണ്ടേ? സജനിത്ത ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാനും ഒക്കെയും വഴക്കെല്ലാം മറന്ന് തല താഴ്ത്തി ചിരിച്ചു. ഇങ്ങനെ ചിരിച്ചിരിക്കുന്നതുകൊണ്ടാ ഒന്നും നടക്കാത്തത്. നിങ്ങളിനി സാധാരണ ചികിത്സ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. എത്തത് പറഞ്ഞതും ഞാനും ഒക്കെയും അത് കേട്ടൊന്ന് നെട്ടി. ഏയ് പേടിക്കൊന്നും വേണ്ട, അതിന് മാത്രം ഒന്നുമില്ല. പക്ഷേ അത് ചെയ്യാതെ നിങ്ങളുടെ ആഗ്രഹം നടക്കുമോ എന്ന് എനിക്കറിയില്ല. എന്താ ഇത്ത, എന്താ പ്രശ്നം? ഇക്ക സജനത്തോട് ചോദിച്ചു. പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇതൊരു ഡോക്ടർമാരും ചെയ്തു തരില്ല. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാം. പക്ഷേ ഇതൊന്നും ആരും അറിയരുത്. സജനിത്ത പറഞ്ഞത് കേട്ട് എന്താണെന്നറിയാതെ ഞാനും ഇക്കയും പരസ്പരം കണ്ണിലേക്ക് നോക്കിയിരുന്നു. ഇത്ത എന്തായി പറഞ്ഞു വരുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഇക്ക ഇത്തയോട് ചോദിച്ചു. ദാ ആ കാണുന്നതാ എൻ്റെ റൂം. നീ അവിടെ പോയിരുന്നോ, എനിക്ക് ഇവരോട് കുറിച്ച് സംസാരിക്കണം. സജനിത്ത ഇക്കയോട് പറഞ്ഞു. അത് കേട്ട ഇക്ക എന്നെയും നോക്കി ഇത്തിയുടെ റൂമിലേക്ക് നടന്നു. എന്താണ് ഇത്തിയുടെ ഉദ്ദേശമെന്ന് എനിക്കൊരു പിടിയുമില്ലായിരുന്നു. എൻ്റെ അടുത്തുള്ള സോഫയിൽ വന്നിരുന്ന് ഇത്ത എന്നോട് ചോദിച്ചു, ഡി നിനക്ക് കുട്ടിയെ വേണമെന്ന് നിർബന്ധമാണോ? ആ ചോദ്യം കേട്ട് ഞാനൊന്ന് നെട്ടി. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നെട്ടിയാലൊന്നും കുട്ടികളുണ്ടാവില്ല. അതിനൊക്കെ അറിഞ്ഞ് പെരുമാറണം. അതിന് ഇനി അവനെ കൊണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ എത്ത എൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും എൻ്റെ നെഞ്ചൊന്ന് പിടച്ചു. എന്താ ഇത്ത, എന്താ ഇക്കാക്ക് പ്രശ്നം? ഞാൻ ഇത്തയോട് ചോദിച്ചു. പ്രശ്നം രണ്ടുപേർക്കും ഉണ്ട്. പക്ഷേ ആദ്യം മാറ്റേണ്ടത് അവൻ്റെയാ. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നടക്കേണ്ടി വരും. എന്താ ഇത്ത, എന്താ പ്രശ്നം? ഒന്ന് തെളിച്ചു പറ. ഡി അവന് നിന്നോട് താല്പര്യമില്ല. താല്പര്യമില്ലാനിട്ടാ അതൊന്ന് നേരെ ചൊവ്വ നിൽക്കാത്തത് പോലും. ഇപ്പം മനസ്സിലായോ? ഇത്ത പറഞ്ഞതും എൻ്റെ വയറിനകത്ത് ഒരു കാളൽ. ഞാനാകെ വിയർത്ത് കണ്ണെല്ലാം നിറയാൻ തുടങ്ങി. ഏയ് നീ എന്തിനാ കരയുന്നേ? അതൊക്കെ നമുക്ക് ശരിയാക്കിയെടുക്കാം. ഞാനില്ലേ കൂടെ? എൻ്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ഇത്ത പറഞ്ഞു. പക്ഷെ അപ്പോഴും എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എൻ്റെ ഫിദക്കുട്ടി, നീ ഇങ്ങനെ കരയല്ലേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എല്ലാം നമുക്ക് ശരിയാക്കാം. വേണ്ട, ഒന്നും ശരിയാക്കണ്ട. ഞാൻ എൻ്റെ വീട്ടിൽ പൊക്കോളാം. എന്നെ താല്പര്യമില്ലാത്തവരുടെ കൂടെ ഞാൻ എന്തിനാ കഴിയുന്നേ? ഞാൻ എൻ്റെ വീട്ടിൽ പോവാ. എടി മണ്ടി, അവൻ നിന്നോട് പറഞ്ഞോ നിന്നെ താല്പര്യമില്ലെന്ന്? ഇല്ലല്ലോ, അതവൻ പറയില്ല. കാരണം അവന് നിന്നെ ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള മറ്റു പരിപാടികൾക്ക് അവനെന്തോ താല്പര്യം കുറഞ്ഞു പോയി. അതാണ് പ്രശ്നം. ആ അതെന്നെ വേണ്ടാത്ത കൊണ്ടല്ലേ, അല്ലാതെ ഒരാൾക്ക് അങ്ങനെ താല്പര്യമില്ലാതെ ആവുമോ? ഞാൻ ഇത്തയോട് ദേഷ്യത്തോടെ ചോദിച്ചു. എടി നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല എല്ലാവരുടെ ലൈഫ്. നിങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 വർഷമായില്ലേ. നിങ്ങളിപ്പോൾ എന്നും കാണാറുമുണ്ട്, പിന്നെ അതൊക്കെയൊന്നും ചെയ്യാറുമുണ്ട്. അങ്ങനെയാകുമ്പോൾ അതൊരു താല്പര്യം പൊതുവെ കുറയും. നേരെ തിരിച്ച് എന്നും തമ്മിൽ കാണാത്തവരായി നോക്കട്ടെ, ഒടുക്കത്തെ ആഗ്രഹവും താല്പര്യവുമായിരിക്കും. ഇതൊക്കെ പൊതുവെ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഇത്ത പറഞ്ഞത് കേട്ട് ഞാനൊന്നും മിണ്ടാതെ ഇത്തയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. പിന്നെ നിന്റെ തെറ്റ്, അത് ഈ കാര്യത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. നിനക്കിപ്പോഴും
ഒരു ഭർത്താവിന് എന്ത് ചെയ്ത് കൊടുക്കണമെന്നറിയില്ല. നമ്മൾ ചെയ്തു കൊടുക്കാനുള്ളതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ അവർക്കിതുപോലുള്ള പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകും. അതിന് ഞാനെല്ലാം ചെയ്തു കൊടുക്കാറുണ്ടല്ലോ. അത് നീ ഇന്നലെ പറഞ്ഞത് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. നീ കൂടുതലൊന്നും എന്നോട് പറയണ്ട. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും തുറന്നു വെച്ച് കൊടുത്താൽ മതി. പക്ഷേ അവർക്ക് അങ്ങനെയല്ല. അതിനൊന്ന് ഉഷാറായാൽ മാത്രമേ ബാക്കിയുള്ള പരിപാടി നടക്കുകയുള്ളൂ. സജനീത്ത പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ട് ഞാൻ പകച്ചു നിന്നുപോയി. കാരണം എൻ്റെ മനസ്സ് തന്നെ എന്നെ കുറ്റപ്പെടുത്തുന്നതായി എനിക്ക് തോന്നി. സോറി ഇത്ത, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എൻ്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് ഞാൻ ഉടൻ തന്നെ ഇടാം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.